പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നതേ എന്താ പറയുക, സൈലൻറ്റ് വാലി നിബിഡ വനം. കൊടുംവനം എന്ന് പറഞ്ഞാൽ കൊടുംവനാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവം. ഇത്ര നല്ല ചൂടുള്ള നമ്മുടെ ഈ സമയത്തുണ്ടല്ലോ, ഇതിനകത്ത് വളരെ കൂളിങ്, ഒരു രക്ഷയില്ല. നമ്മുടെ ആൾക്കാരൊക്കെ നടന്ന് ഗംഭീരമായിട്ട് വരുന്നുണ്ട്. ഫുള്ളട്ടാണ്, ഫുള്ളട്ട എന്ന് പറഞ്ഞാൽ ഫുള്ളട്ട. പക്ഷേ നമുക്ക് ഈ അട്ട പിടിക്കുമ്പോഴൊന്നും നമുക്ക് പ്രയാസം തോന്നില്ല കേട്ടാ. ചെറിയൊരു അറപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വലിയ അലമ്പൊന്നുമില്ല. നോക്കിയേ, അരുവി കാണുന്നുണ്ട് ആരെങ്കിലും? അരുവി നമ്മുടെ എന്തോ ഒരു ഇവിടുത്തെ അയ്യപ്പേട്ടൻ കുറേ കഥകളൊക്കെ പറഞ്ഞു. എന്തോല്ലേ പാഞ്ചാലിയോ അങ്ങനെ എന്തൊക്കെയോ കുറേ കഥകളിലൊക്കെ പെട്ടൊരു കാടാണ് ഈ കാട്. ഗംഭീരമാണ് കേട്ടാ, അടിപൊളിയാണ്. അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ വരിക. കുറച്ചധികം നടക്കാനൊക്കെ ഉണ്ട് കേട്ടാ. നടക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. നടക്കാൻ പറ്റുന്നവർ മാത്രം വരിക. പ്രായമുള്ള ആൾക്കാരൊന്നും വരരുതിട്ടാ. അവരെ നിരുത്സാഹപ്പെടുത്തുന്നല്ല, വരാൻ പറ്റുകയാണെങ്കിൽ ഒരു ഗംഭീര കാഴ്ചയായിരിക്കും. ഈ രണ്ട് മരത്തിൻ്റെ ഇട കൂടെ കണ്ട വെള്ളം ഒലിക്കുന്നത് വരലുണ്ട, ഗംഭീരമാണ് കേട്ടാ. ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്ത കാരണമാണ്. നല്ല വെള്ളമുള്ള സമയത്തൊക്കെ അയ്യപ്പേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഗൈഡ് ചേട്ടാ, ആൾ പറഞ്ഞത് ഗംഭീര കാഴ്ചയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. ഇപ്പം എന്തായാലും നമ്മൾ നടന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ജയമാഷി പോകണ്ട, നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ കയ്യമ്മ എന്തോ കുത്തിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ കിടന്ന് പെട്ടയുണ്ട്. നമ്മുടെ റിനീഷേട്ടൻ വരുന്നുണ്ട്, നിതീഷാശാൻ വരുന്നുണ്ട്, കൈലാസേട്ടൻ വരുന്നുണ്ട്, മാഷ് വരുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ നടന്നിട്ട് പുഴയുടെ തറയുണ്ട്. അരുവി നോക്കിയ പാലരുവി കരയിൽ നമ്മളെ ആ ഒരു ടവറ്, വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കണ്ട, വളരെ ദൂരത്തു നിന്ന് കണ്ട ഒരു അരുവിയാണ് ഇത് കേട്ടോ. എന്തായാലും ഗംഭീര ഒരു കാഴ്ചയാണ്. അപ്പോൾ വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വരിക. അട്ടപ്പാടി സൈലൻറ്റ് വാലിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അരുവിയുടെ അടുത്ത് എത്താൻ പോകുകയാണ്. അരുവിയുടെ ഇടയ്ക്ക് നമ്മളെ പിള്ളേരൊക്കെ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്നത് അട്ട പിടിച്ചിട്ടുണ്ട്. കാലുമ കണ്ട ഗ്യാപ്പിൽ അട്ട പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പിടിച്ച പെട്ടെന്നൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് സാനിറ്റൈസറൊക്കെ കൈ പിടിക്കണം. ഉപ്പ് അനുവദനീയമല്ല കേട്ടോ. ഉപ്പ് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വണ്ടി എടുക്കണ ചേട്ടൻ. എന്താ വെച്ചാൽ ആൾക്കാർ ഉപ്പും കൊണ്ട് വന്നിട്ടേ ഇവിടെ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് സാനിറ്റൈസറൊക്കെ മേടിച്ചിട്ട് കൈ പിടിച്ചിട്ട് വരിക. അപ്പോൾ സാനിറ്റൈസറൊക്കെ മേടിച്ച് വന്നു കഴിഞ്ഞാൽ വേണ്ട, ഇതാണ് വാച്ച് ടവറിൻ്റെ അവിടെ നിന്നുള്ള പാലം പണിയാണ് സംഭവം. ആരെങ്കിലും സാനിറ്റൈസർ ഉണ്ടോ? ഇതൊക്കെ കണ്ട സാനിറ്റൈസർ അടിക്കുന്ന കാലിൻ്റെ അട്ടയിലുള്ളിൽ കണ്ട ഇതിനകത്ത് കണ്ട. ഓ എന്താ ചെയ്യാ, ഗംഭീരമാണ് കേട്ടാ, അടിപൊളിയാണല്ലോ. ഇപ്പോൾ എല്ലാവരും വരിക. നമ്മുടെ അയ്യപ്പട്ടൻ, സൂപ്പറാണ് അയ്യപ്പട്ടൻ. ശരി കേട്ടാ.